ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ലോകത്ത് അവസാനിക്കാത്ത മഹത്വമാണ്, നിലനിൽക്കുന്ന മഹത്വമാണ്. അതുകൊണ്ടാണ് റബ്ബ് അതിനെ കുറിച്ച് പറഞ്ഞത് വറഫഅനാ ലക ദിക്റക് വറഫഅനാ ലക ദിക്റക്. ഓ നബിയെ, അങ്ങയുടെ പ്രകീർത്തനം നാം അത് ഉയർത്തിയിരിക്കുന്നു, അങ്ങയുടെ പ്രകീർത്തനം നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ പ്രകീർത്തനമാണ്. സദാ സമയത്തും മുഴങ്ങുന്നൊരു പ്രകീർത്തനമുണ്ടെങ്കിൽ, സദാ സമയത്തും മുഴങ്ങുന്നൊരു മദ്ഹുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുന്ന് മാത്രമാണ്. എന്താണ് ഈ ആയത്തിനെ മഹാന്മാര് വിവക്ഷിച്ചത്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. എന്നെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും തങ്ങളെയും പറയപ്പെടും നബിയേ. എവിടെയെല്ലാം അല്ലാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പറയപ്പെടണം. അല്ലാതെ ഒരു സംഗതി പൂർത്തിയാകില്ല. വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്ന ഖതീബ് ഹംദ് മാത്രം ചൊല്ലിയിട്ട് ഖുത്ബ നിർവഹിച്ചാൽ ഖുത്ബ സ്വഹീഹല്ല. ഹംദിന്റെ ശേഷം സ്വലാത്തും ചൊല്ലണം. നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിസ്കാരത്തിൽ അല്ലാഹുവിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആ അഭിവാദ്യം കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ നേതാവിന് സലാം പറയുന്നു. ആ ഒരു സലാം പറയാതെ ഇവിടെ നിസ്കരിക്കാൻ ആർക്കും കഴിയില്ല. നിസ്കാരത്തിന് മുമ്പും മറ്റു സന്ദർഭങ്ങളും ബാങ്ക് വിളിക്കുമ്പോ, അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം ബാങ്ക് പൂർത്തിയാകൂല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 24 മണിക്കൂറും ഈ ഒരു ശബ്ദം ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ക് മുഴങ്ങാത്ത ഒരു സമയം ലോകത്തില്ല, നിസ്കാരം നടക്കാത്തൊരു സമയവും ലോകത്തില്ല. നമ്മളിപ്പോൾ ഇശാ നിസ്കരിച്ചു, പലരും മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന ആളുകൾ ലോകത്തുണ്ട്. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി അതിനു വേണ്ടി തുനിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കും തുനിഞ്ഞു നോക്കിയാൽ നാം നിസ്കരിച്ച നിസ്കാരത്തിന്റെ പിറകോട്ടുള്ള നിസ്കാരങ്ങളൊക്കെ പലയിടങ്ങളിലും ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായ നിസ്കാരം, ആ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പുകഴ്ത്തുന്നു. അവിടുത്തേക്കൊരു സലാം പറയാതെ, കൃത്യമായും ആ സലാം കൊടുക്കാതെ ഒരാൾക്കും നിസ്കാരം ലഭിക്കില്ല. ബാപ്പക്കൊരു സലാം പറഞ്ഞാലോ, ഉമ്മക്കൊരു സലാം പറഞ്ഞാലോ, സഹോദരങ്ങളെ, നിസ്കാരം ബാത്തിലാണ്. ഇൽമ പഠിപ്പിച്ച ഉസ്താദിനൊരു സലാം പറഞ്ഞാലോ, ഉസ്താദ് വഫാത്തായി പോയി, നിസ്കാരം ബാത്തിലാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ നിസ്കാരമില്ല, ഖുതുബയില്ല, ദുആ ഇല്ല. ദുആ സ്വഹീഹാകണമെങ്കിൽ, പൂർണ്ണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറയണം. മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്വഹാബി ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നല്ല വചനങ്ങളാണ് ദുആർക്കുന്നത്. പക്ഷേ ദുആഇന്റെ മുമ്പ് ഹംദില്ല, സ്വലാത്തില്ല. ദുആ മാത്രം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയപ്പോ തങ്ങൾ പറഞ്ഞു, അജില ഹാദാ, അജില ഹാദാ. ഈ സ്വഹാബിക്ക് തിരക്കായി പോയി, ഈ സ്വഹാബിക്ക് തിരക്ക് കൂടി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാൻ അവർകൾ കൈയുയർത്തി ദുആർക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്, സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദുആർക്കുമ്പോ
പിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൽ ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തുഴുത്ത നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. എന്തേ ആദ്യം ദ്വാരുന്ന ആൾക്ക് ഇങ്ങനെ പറയാതിരുന്നത്? ആ ദ്വാരുന്ന ആള് ഹംദും സ്വലാത്തും ചൊല്ലിയില്ല. ഹംദും സ്വലാത്തും ഒരു സമർപ്പണമാണ്. ആ ഹംദും സ്വലാത്തും ഒരു വലിയ ഇബാദത്താണ്, അദബാണ്. അത് നിർവഹിക്കാതെ ദുആഇന് ഉത്തരമില്ലെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്, സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആഇന് വലിയ ഉത്തരമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. ഹംദും സ്വലാത്തും ദുആഇന്റെ ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്. ഹംദ് ചൊല്ലണം, സ്വലാത്തും ചൊല്ലണം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതിനേക്കാളും വലിയ ബഹുമാനമല്ലേ അള്ളാഹു നൽകിയത്? ലോകത്ത് ഒരു നബിക്കും നൽകാത്ത ബഹുമാനം, ഒരു സൃഷ്ടിക്കും നൽകാത്ത ബഹുമാനം. നമ്മളൊക്കെ നമ്മുടെ സാധാരണ കൂട്ടുകാര് വിളിക്കുന്ന വിളിയുണ്ട്, പേരെടുത്ത് വിളിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും പേരെടുത്ത് വിളിക്കാവതല്ല. ലോകത്ത് അല്ലാഹു തആല പെർമിറ്റ് നിഷേധിച്ചു കഴിഞ്ഞു. സർവ അമ്പിയാക്കളെയും ജനങ്ങൾ പേരെടുത്ത് വിളിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ യാ ആദമു എന്ന് വിളിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ യാ ഈസാ എന്ന് വിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ യാ മൂസ എന്ന് വിളിച്ചു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ വന്ന് ഒരഅറാബി ഒരിക്കൽ പേരുകൊണ്ട് സംബോധന ചെയ്തപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ അന്യോന്യം പേരെടുത്ത് വിളിക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ പേരുകൊണ്ട് വിളിക്കല്ല. പകരം നിങ്ങൾ വിളിക്കേണ്ടത് എങ്ങനെയാണ്? ആ വിളിക്കേണ്ട ശൈലിയും അല്ലാഹു പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആദം നബിയെ എങ്ങനെയാണ് വിളിച്ചത്? യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു എങ്ങനെയാ വിളിച്ചത്? യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് പേര് കൊണ്ടല്ലേ? ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് പേര് കൊണ്ടല്ലേ? പേരെടുത്ത് വിളിക്കാത്ത ഒരു ഹബീബ് അല്ലാഹുവിന് ഒന്ന് മാത്രമാണ്. തിരുനബി അല്ലാഹു സംബോധന ചെയ്തത് യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു. വിശുദ്ധ ഖുർആനിൽ എവിടെയും ഒരൊറ്റ സ്ഥലങ്ങളിലും പേരെടുത്ത് വിളിച്ചിട്ടേ ഇല്ല. ജനങ്ങളോടുള്ള കൽപ്പനയും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ നമ്മൾ വിളിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. അയ്യുഹൻ നബിയു എന്ന് മാറ്റിയിട്ട് ഒരാൾ പേരെടുത്ത് വിളിച്ചാലോ ഏറ്റവും വലിയ അനാദരവാണ് അയാളെ നിസ്കാരം. ആ നിസ്കാരം തന്നെ സ്വീകാര്യമാകൂല, സ്വഹീഹാകൂല. വിളിക്കേണ്ട ശൈലി അങ്ങനെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. പിന്നെയോ സലാം പറയുമ്പോൾ പൂർണ്ണ സലാം പറയണം. നമ്മൾ സലാം പറയുമ്പോൾ സാധാരണ ചിലർ അസ്സലാമു അലൈക്കും എന്ന് പറയും, അല്ലേ? ചിലർ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയും. വബറകാതുഹു എന്ന് പറയുന്നവർ കുറവല്ലേ? ഇനി വബറകാതുഹു കേൾക്കണമെങ്കിൽ മയ്യിത്ത് നിസ്കാരം വരേണ്ടി വരും. അതേ സമയത്ത് മുത്തുനബി തങ്ങൾക്കുള്ള സലാം പൂർണ്ണ സലാമാകണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറക്കാൻ പറ്റൂല, പൂർണ്ണ സലാമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റൂല. വാക്യം കൂടിയുണ്ട്, വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടോ നിങ്ങൾ? സലാം പറയുന്നിടത്ത് വരെ അല്ലാഹു തആല പരിഗണിച്ചു. പൂർണ്ണ സലാമാകണം നേതാവിന് കൊടുക്കുന്ന സലാം. സാധാരണ ഒരു സലാം പോരാ, ചെറിയ ഒരു സലാം പോരാ. എന്തൊരു ബഹുമാനമാണ് അല്ലാഹു തആല കൊടുത്തത്. പേരെടുത്ത് വിളിക്കരുത്. എല്ലാ സ്വഹാബിമാരും വിളിക്കുന്ന വിളി യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ
ഹബീബല്ലാഹ്. പേരുകൊണ്ട് സംബോധന ചെയ്യരുത്. അല്ലാഹു തആല വലിയ ബഹുമാനമല്ലേ സഹോദരങ്ങളെ പറഞ്ഞത്. അല്ലാഹു തആലാനെ ഒരാള് അല്ലാഹു അല്ലാഹ് അല്ലാഹുമ്മ എന്ന് പേരെടുത്ത് അല്ലാഹു തആലാനെ വിളിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ബഹുമാനത്തിന് കുറവുണ്ടാകാൻ പാടില്ല. അവിടെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. വിളിക്കുന്ന ശൈലിയോ സാധാരണക്കാരെ വിളിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ശബ്ദത്തിൽ വിളിക്കാൻ പറ്റുമോ? ഇല്ല. മിതമായ ശബ്ദത്തിലേ വിളിക്കാവൂ. ഹുജ്റത്തു ഷരീഫയുടെ മുന്നിൽ പോയി ഒരാൾ വിളിക്കുകയാണെങ്കിലും വളരെ ബഹുമാനത്തോട് മാത്രമേ വിളിക്കാവൂ. ശബ്ദം ഉയർത്താൻ പറ്റൂല. ഹയാത്ത് കാലത്ത് തന്നെ പറ്റൂല. ഉറക്കെ വിളിക്കാൻ പറ്റൂല. മിതമായ ശബ്ദത്തിൽ. വീടിന്റെ പുറത്ത് വന്ന് തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ വിശ്രമിക്കുമ്പോൾ പുറത്ത് വന്ന് വിളിച്ചത് വരെ അല്ലാഹു തആല എതിർത്തു. ആ വിളി ശരിയായില്ല എന്ന് പറഞ്ഞു. നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണ്, പുറത്ത് വന്ന് നമ്മളെ കൂട്ടുകാരൻ ഉറക്കെ വിളിക്കാണ് ഉള്ളിലേക്ക്. നമ്മളാ വിളി കേട്ട് പുറത്തു വരും. അങ്ങനെ വിളിക്കാവതല്ല എന്ന് അല്ലാഹു പറഞ്ഞു. പറ്റില്ല. ആ വിളിച്ച ആളുകളെ അല്ലാഹു തആല പറഞ്ഞു അക്സറുഹും ലാ യഅഖിലൂൻ, അവർ ബുദ്ധി ഇല്ലാത്തവരാന്നാ പറഞ്ഞത്. വീടിന്റെ പുറത്ത് വന്ന് മുറ്റത്ത് വന്ന് തങ്ങളെ വിളിച്ച ആളുകളില്ലേ നബിയെ, അവരിൽ അധിക പേരും ബുദ്ധിയില്ലാത്തവരാണ്. ചെറിയ വിമർശനമാണോ ബുദ്ധിയില്ലാത്തതെന്നുള്ളത്? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു എന്ത് ചെയ്യണം അവര്? വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം. എത്ര നേരം കഴിഞ്ഞിട്ടാണോ തങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര നേരം വരെ കാത്തിരിക്കണം. സഹോദരങ്ങളെ, മറ്റുള്ളവർ വിളിച്ചാലുള്ള വിളി പോലെയല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി. ആ വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്തോളണം. യാതൊരു കാരണവശാലും പിന്തിക്കൂടാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബി അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലാണ് നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നത് യാ അബാ സഈദ്. മഹാനവറുകൾ നിസ്കാരത്തിലാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കാരത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാതിരുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആ സ്വഹാബിയോട് അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും വിളിച്ചാൽ എപ്പോഴും ഉത്തരം ചെയ്തോളണം. അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും വിളിച്ചോ, വിളിക്ക് ഉത്തരം ചെയ്തോളണം. പിന്തിക്കാൻ പാടില്ല. ഫർള് നിസ്കാരത്തിൽ വരെ കൈയഴിച്ച് ഉത്തരം ചെയ്യേണ്ട ഒരേ ഒരു വ്യക്തിത്വം ലോകത്തൊന്നു മാത്രമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ബാപ്പ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. സ്വന്തം ഉമ്മ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. സ്വന്തം ഉസ്താദ് വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. കൈയഴിച്ചോ ആ നിസ്കാരം ബാത്തിലായി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ച് ഉത്തരം ചെയ്ത് പോന്ന ഒരാള് തിരിച്ചു വന്ന് ബാക്കി നിസ്കരിച്ചാൽ മതി എന്നാണ് മഹാന്മാർ എഴുതി വെച്ച മസ്അല. നിസ്കാരം മുറിയുന്നില്ല. ഖിബിലന്റെ ഭാഗത്തുനിന്ന് അയാളെ ശരീരം മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാലും അയാൾ കുറച്ചു നേരം തങ്ങളോട് സംവദിച്ചാലും ബാക്കി വന്ന് നിസ്കരിച്ചാൽ മതി. അയാൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നതും ഒരു ഇബാദത്താണ്, അള്ളാഹു കൽപ്പിച്ചൊരു ഇബാദത്താണ്. അത് മറ്റൊരു ഇബാദത്താണ് ആ കൂട്ടത്തിൽ ചെയ്തത്, അതും അള്ളാഹു പഠിപ്പിച്ചതാണ്. ഉമ്മ വിളിച്ചാല് ബാപ്പ വിളിച്ചാല് സുന്നത്ത് നിസ്കാരത്തിൽ കൈകഴിക്കാം, ആ വിളിക്ക് ഉത്തരം ചെയ്യാം. പക്ഷെ അപ്പോഴും ഫർള് നിസ്കാരത്തിന് ഉത്തരം ചെയ്യാൻ പറ്റൂല. അതങ്ങനെ തന്നെ പൂർത്തീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിളി, ആ വിളിയെ സ്വഹാബത്ത് കണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണ്, എത്ര വലുതാണ്. തങ്ങളുടെ ഒരു വിളിയാളത്തെ പറ്റി സ്വഹാബത്തിന്റെ മനസ്സിൽ വന്ന ആ ഒരു ഉത്തരം, അവരുടെ ആ ഒരു മഹബത്ത്, ഈ വിളി ഇങ്ങനെ സാധാ വിളി പോലെ കാണാൻ പറ്റൂല എന്നുള്ള നിലക്ക് ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ. വിളിയാളം കേട്ട ഉടനെ ഡയറക്റ്റായി തങ്ങൾ വിളിച്ചതല്ല, സ്വഹാബിമാരെ പറഞ്ഞയച്ചതാണ്.
എങ്ങോട്ടെങ്കിലും ശത്രുക്കളോട് ചെറുത്തു നിൽക്കാൻ പോകാനുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനൗൺസ്മെന്റിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കും. കുതിരപ്പുറത്ത് വന്ന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ വിളിച്ചു പറയും, യാ ഖൈലല്ലാഹി ഇർകബീ ഇലൽ ജന്നത്തി അസ്റഈ. അള്ളാഹുവിന്റെ കുതിരപ്പടയാളികളെ, സ്വർഗത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് ജൈത്രയാത്ര നടത്തൂ. ആ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴേക്ക് സ്വഹാബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു ഉച്ച നേരം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ്, സ്വന്തം ഇണയുമായി ഭാര്യയുമായി സല്ലപിക്കുന്ന നേരത്താണ് ഈ ഒരു വിളിയാളം കേൾക്കുന്നത്. കുളിക്കാൻ നിന്നാൽ നേരം വൈകിപ്പോകുമോ എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ ഡ്രസ്സും മാറി മഹാനവറുകൾ പുറപ്പെട്ടു പോയി. അന്നത്തെ ആ നടന്ന ചെറുത്തുനിൽപ്പിൽ പോരാട്ടത്തിൽ ഹൻദല റളിയല്ലാഹു അൻഹു ഷഹീദായി. ഹൻദല റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്നു, സ്വഹാബ, ഹൻദലയെ മലക്കുകൾ കുളിപ്പിക്കുന്നു. സ്വഹാബത്ത് പോയി നോക്കുമ്പോ തലഭാഗം മുതൽ കാൽഭാഗം വരെ വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ട്. വെള്ളം കോരി ഒഴിക്കുന്ന ആളുകളെ കാണുന്നില്ല. പക്ഷേ തല മുതൽ കാല് വരെ വെള്ളം നിറഞ്ഞ രീതിയിൽ അങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. രക്തത്തിന്റെ ഭാഗത്തുകൂടെ വെള്ളം അങ്ങനെ ഒഴുകിയിട്ട് കുറഞ്ഞ രക്തഭാഗവും രക്തത്തിന്റെ ഭാഗങ്ങളും അതിലേക്ക് ചേർന്ന് പോയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കുളിപ്പിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ അവിടുത്തെ ഭാര്യ പറഞ്ഞു, ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഉച്ചനേരത്തുള്ള വിശ്രമത്തില് സല്ലപിക്കുന്ന നേരത്താണ് വിളിയാളം വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാണ് വരുന്നത്. ഞാനിവിടെ നിന്ന് വൈകിച്ചു പോയാൽ, വിളിക്ക് ഉത്തരം ചെയ്യാതിരുന്നാൽ എനിക്കത് ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് മഹാനവറുകൾ ഇറങ്ങി പുറപ്പെട്ടു പോയി. ജനാബത്തുകാരനാണ് ഷഹീദെങ്കിലും കുളിപ്പിക്കാൻ നമുക്ക് പെർമിറ്റില്ല. പക്ഷേ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകുന്ന ഷഹീദിന് ബഹുമാനത്തിന്റെ കുറവുണ്ടാകരുതല്ലോ. അതിന് റബ്ബ് തആല തന്നെ മലക്കുകളെ വിട്ടുപോയി. കുളിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ചുമതലപ്പെടുത്തിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഏത് ഘട്ടത്തിലാണെങ്കിലും വിളിക്ക് ഉത്തരം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി അത് വല്ലാത്തൊരു വിളിയാണ്. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അവിടെ ഒരു തഫ്സീർ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലെ നിങ്ങൾ കണക്കാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ അത് മുസ്തജാബാണ്, ഉത്തരം നൽകപ്പെട്ട ദുആയാണ്. ഉമ്മമാരോടും സഹോദരങ്ങളോടും ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ പറയുന്നു, അല്ലാഹു തആല ആ സ്നേഹം നമ്മളെ ഖൽബിലൂടെ മൂലമാക്കി തരട്ടെ. നബിതങ്ങൾ ലാനത്ത് ചെയ്ത ഒരു വിഭാഗത്തിലും നമ്മൾ പെടാൻ പാടില്ല. പെട്ടുകഴിഞ്ഞാൽ നമുക്ക് നാശാണ്. ശാപം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്ത ഒറ്റ കമ്പനിയിലും നമ്മൾ പെടരുത്. ഒരാണും ഒരു പെണ്ണും ഉൾപ്പെട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് കൊണ്ട് ദുആ ചെയ്ത വിഭാഗം എത്രയുണ്ട്? അതെണ്ണിയാൽ ഇന്നത്തെ സദസ്സന്നതിന് മതിയാകൂല, അത്രയും അധികമുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂല് ലാനത്ത് ചെയ്തിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും പഴിക്കുന്നവനെ നബിതങ്ങൾ ലാനത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അതേ രൂപത്തിൽ തന്നെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർക്ക് നബിതങ്ങളെ ലാനത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാനത്ത് ചെയ്ത വിഭാഗമാണ് സാരിഖീങ്ങൾ. മോഷണം നടത്തുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ലാനത്ത് കിട്ടിയവരാണ്. ഷാരിബുൽ ഖംറ്, അതുമായി ബന്ധപ്പെട്ട് 10 വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്.
ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യം കുടിക്കുന്നവരെ മാത്രമല്ല, മസ്താകുന്ന വസ്തു കടിക്കുന്നവരെ മാത്രമല്ല, അത് കൊണ്ടുപോകുന്നവരെയും അത് വിൽക്കുന്നവരെയും അത് വിൽക്കുന്ന സ്ഥലങ്ങളെയും അതിൻ്റെ കാശ് പറ്റുന്നവരെയും അതിൻ്റെ തൊഴിലാളികളെയും അതിനുവേണ്ടി മുന്തിരിച്ചാറ് പിഴിയുന്ന ആളുകളെ വരെ ശപിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, തോന്നും വിധം വീട് വിട്ട് ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു നിയമവും പാലിക്കാതെ, ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ, ഫ്രീഡം ഉണ്ടല്ലോ എന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്ത് ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം, മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി ഉലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ടേ. മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം. അത് തട്ടുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ ദുആന മറ്റുള്ളവരുടെ ദുആന പോലെ കാണരുത്. ആ ദുആ കുറച്ച് ഗൗരവേറിയ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ അത് മുസ്തജാബാണ്, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പത്തെ രംഗം എന്താണ്? സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾക്കും അതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹിതന്മാരാ, തങ്ങളെ മഹബത്ത് വെക്കുന്നവരാന്നൊക്കെ പറയുന്നു. ആ വാക്കിന് വലിയൊരു അർത്ഥം നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം